ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. അപ്പോൾ മന്തി റൈസാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതിലേക്ക് ചിക്കനോ ബീഫോ മട്ടനോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് റൈസ് തയ്യാറാക്കുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ മന്തി റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ. 4 കപ്പ് മന്തി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു അരമണിക്കൂറോളം ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് റൈസ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ അതിനാവശ്യമായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറേശ്ശെയായിട്ട് ബേ ലീവ്സ്, അതുപോലെ തന്നെ ഏലക്കായ, പട്ട, ഗ്രാമ്പൂ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേശ്ശെയായിട്ട് അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് ചതച്ചിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി അതുപോലെ തന്നെ മന്തി മസാല ഒരു സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അറബിക് മസാല ഇട്ട് കൊടുക്കുക. ഇനി വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് ഞാനിതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി, 3 മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും 3 തന്നെ എടുക്കുക, കാരണം നമ്മൾ ചിക്കനൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട്. 3 പച്ചമുളക്, ഒരു ഡ്രൈ ലെമണും കൂടി എടുത്തിട്ടുണ്ട്. നമ്മളിതുപോലെ ഒരു ബിരിയാണി പോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് ഓയിൽ വേണം കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഒരു അരക്കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 2-3 കഷ്ണം സിനമൺ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഗ്രാമ്പു, ഏലക്കായ, കുരുമുളക്, അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഇട്ട് കൊടുത്ത് അതേപോലെ തന്നെ ക്രഷ് ചെയ്തിട്ടുള്ള ചെറിയ ജീരകം ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു വലിയ സവാള തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഈ ഉള്ളി വഴന്ന് കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ ഇതിലേക്ക് മാഗി ക്യൂബ് ഇടുന്നത് കൊണ്ട് തന്നെ അതിൽ തന്നെ ഉണ്ടാവും ഉപ്പിൻ്റെ നല്ല ടേസ്റ്റ്. അപ്പോൾ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് മതി വീണ്ടും ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഉള്ളി വഴന്ന് വരാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ആ ഒരു തക്കാളി എടുത്തിട്ട് നന്നായിട്ട് തന്നെ പേസ്റ്റാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള 3 മാഗി ക്യൂബ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് മാഗി ക്യൂബ് എന്തായാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. 3 തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ഡ്രൈ ലെമൺ, 3 പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. മാഗിൻ്റെ ക്യൂബ്സൊക്കെ നന്നായിട്ട് തന്നെ ഇതിൽ നന്നായിട്ട് അലിയിച്ച് എടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റാക്കി എടുക്കുക. എന്നിട്ട് വേണം കേട്ടോ ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പിൻ്റെ ആവശ്യം വരില്ല, കാരണം അതിൽ തന്നെ ഉണ്ടാവും ഉപ്പിൻ്റെ ആവശ്യത്തിലുള്ള ഉപ്പ്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചില്ലി സോസ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3/4 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3/4 ടീസ്പൂൺ ഗാർലിക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക.
ഒരു 3 ടീസ്പൂണ് അറബിക് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെപ്പർ പൗഡർ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 3 ടീസ്പൂണ് അറബിക് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജിഞ്ചർ പൗഡറും അതുപോലെ ഗാർലിക് പൗഡറും ഇല്ലയെന്നുണ്ടെങ്കിൽ കുറേശ്ശായിട്ട് ജിഞ്ചറിൻ്റെ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് കുറവാന്ന് തോന്നിയപ്പോൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. അങ്ങനെ ഇട്ടാൽ 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അരി വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തന്നെ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ ഒക്കെ നോക്കിയതിന് ശേഷം അതിലേക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ നേരമൊന്നും ഇത് ദമ്മിട്ട് വെക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ റൈസ് അത്യാവശ്യം കുക്കായതിന് ശേഷം നമുക്ക് നമ്മളുടെ മസാലയിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ റൈസ് എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് ലെവലാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഞാൻ ആ മസാലയിൽ നിന്നും കുറച്ച് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഓയിൽ ഇതിലേക്ക് മേലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് റെഡ് കളർ ഇതുപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ. അതുപോലെ തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയിട്ട് അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ മേലെ ഒരു പാത്രം വെച്ചിട്ട് അതുപോലെ തന്നെ വേണമെങ്കിൽ ഇതൊക്കെ ഓപ്ഷനല്ല കേട്ടോ, പച്ചമുളക് വെച്ച് കൊടുക്കാം, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ ചാർക്കോൾ കത്തിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്ത് ഒരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ടായിട്ട് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സിമ്മിലാക്കിയിട്ട് വേണം ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ചാൽ മാത്രം മതി. കൂടുതൽ ടൈം വെക്കണ്ട, അടിയിൽ പിടിച്ചു പോകും. അപ്പം ഒരു 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഞാൻ അതിന് ശേഷം റൈസൊന്ന് തുറന്ന് നോക്കി, നല്ലൊരു സ്മെല്ലും ആട്ടോ, അതിന് ആ സ്മോക്കി സ്മെല്ലും ഉണ്ടാവും. നല്ല ടേസ്റ്റ് തന്നെയാണ് റൈസിന്. നമ്മൾ സാധാ ചിക്കനൊക്കെ ഇട്ട് വെക്കുന്ന ആ മന്തിയുടെ അതേ ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കപ്പോൾ ചിക്കനും മട്ടനും ബീഫൊന്നും ഇല്ലെങ്കിലും നമുക്ക് റൈസ് മാത്രമായിട്ട്, ചിലർക്ക് ആ മന്തിയിലെ ചിക്കനൊന്നും വല്ലാതെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവില്ല. അപ്പോൾ അതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള മന്തിയൊക്കെ ഇതുപോലെ റെഡിയാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ, താങ്ക് യു.